നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാർ, വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്, വന്ദേ മാതരം. സാറേ, നല്ലൊരു ഓണക്കാലമാണ്. സാധാരണ എല്ലാവരും വീടുകളിൽ സദ്യയൊക്കെ ഒരുക്കി ഓണം ആഘോഷിക്കും. പക്ഷേ സകുടുംബം പുറത്തുപോയി ഭക്ഷണം കഴിക്കുക, ഒന്ന് ഉല്ലസിക്കുക, ഇതൊക്കെ ഓണക്കാലത്ത് മലയാളിക്ക് പതിവുള്ളതാണ്. പക്ഷേ ഞാൻ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പുറത്തുനിന്നാണെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണെങ്കിലും അത് പൂർണ്ണമായും സുരക്ഷിതമാണോ, നമുക്ക് ആരോഗ്യത്തെ നൽകുന്നതാണോ, അതോ നമ്മുടെ ജീവൻ അപഹരിക്കുന്നതാണോ? ഇത് ഈ ഓണക്കാലത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം കൂടിയുണ്ട്. നമ്മുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വലിയ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ മായം കലരുന്നു, വിഷം കലരുന്നു. അത് നമ്മുടെ വരും തലമുറകളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കലർപ്പുകൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സാർ ഇതിനെക്കുറിച്ച്? അങ്ങ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ചെയ്ത ഒരാളാണ്. അങ്ങേക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ പ്രകടിപ്പിച്ച ആശങ്ക അതിലും ഭയങ്കരമാണ്. ആക്ച്വലി ഒരു സാധാരണ നിലയിലുള്ളതല്ല. പ്രൊപ്പോർഷൻ നിങ്ങൾ അതിൻ്റെ ഡിഗ്രി നിങ്ങൾ കുറച്ചോളാം. ആശങ്ക എന്നല്ല, പുതിയ എന്തെങ്കിലും വേർഡ്, നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്, മലയാളത്തിൽ എനിക്ക് എങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് ഭയാനകമാണ്. ഹൊറൻഡസ് അല്ല, അതെ, ഹൊറൻഡസ് ടെറിഫിക് എന്നൊക്കെ പറയില്ലേ, അത്ര സിറ്റുവേഷനാണ് ഈ നമ്മളെ കുടിക്കുന്ന വെള്ളം. ഭാഗ്യത്തിന് എനിക്ക് തിരുവനന്തപുരത്തെ പറയാൻ പറ്റൂ. തിരുവനന്തപുരത്തെ ഞാൻ അതേ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിയപ്പം വാട്ടർ അതോറിറ്റി തന്നെ ജോലിയുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അയാൾ വളരെ സത്യസന്ധനാണ്, അദ്ദേഹം ഒരു സ്വാമിയാണ്, മറ്റേ വെജിറ്റേറിയൻ ഒക്കെ ആയിട്ടുള്ള. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ നല്ല ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ പുള്ളി പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ വാട്ടർ കൂടിപ്പോയ കോളിഫോം ബാക്ടീരിയ ൻ്റെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ വളരെ കുറവാണ്. കെമിക്കൽ പൊല്യൂഷൻ നമ്മുടെ വെള്ളത്തിന് അത് ഇവിടെ ഇൻഡസ്ട്രീസ് ഇല്ല. അതുകൊണ്ടാണ്. ഒരു പക്ഷേ കൊച്ചിയിലോ ആലുവയിലോ അത് ഉണ്ടാവണമെന്നില്ല, അവിടെ ഇൻഡസ്ട്രീസ് പൊല്യൂഷനുണ്ട്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തെ വാട്ടറിന് വാട്ടർ ഈസ് ഓക്കെ, പക്ഷേ എറണാകുളത്തെ വളരെ മോശമാണ് വാട്ടർ. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് കുടിക്കുന്ന വെള്ളം തിരുവനന്തപുരത്ത്. പക്ഷേ മിൽക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ മിൽക്കാണ്, പാല്. അതെ. അപ്പോൾ ഈ മാൻഡേറ്ററി ടെസ്റ്റിംഗ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് മിൽക്ക്, അതിൻ്റെ സ്ട്രിക്റ്റ് മൈക്രോബയോളജിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റാൻഡേർഡ് തറോലി ചെക്ക് ചെയ്തിട്ടാണ് ലീഡിങ് കൺട്രീസ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിലൊരു 4 രാജ്യമാണ് ഞാനത് അതിനെപ്പറ്റി വായിച്ചത്. ജപ്പാൻ, ഓസ്ട്രേലിയ, നെതർലാൻഡ്സ്, പിന്നെ ഓൾ EU 4 രാജ്യമല്ലേ, യൂറോപ്യൻ യൂണിയനിലെല്ലാം ഒരു സ്റ്റാൻഡേർഡാണ്. നെതർലാൻഡ്സ് യൂറോപ്യൻ യൂണിയൻ അതിൽ പെടുന്നതാണ്. പിന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ, USA വളരെ സ്ട്രിക്റ്റ് ആണ്. അവിടെ ഈ ഡ്രിങ്കിങ് വാട്ടറിനും ഈ പാലിനും വളരെ സ്ട്രിക്റ്റായിട്ട് പിന്നെ ഈ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഒരു സ്റ്റേറ്റ് ലോ തന്നെയുണ്ട്. സ്റ്റേറ്റ് ലോ, കുടിവെള്ളം, മിൽക്ക്, അതുമായിട്ട് ബന്ധം അവർ നിയമം ഇത് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ മിൽക്കിലൊക്കെ അവർ നോക്കുന്ന പാത്തോജൻസ്, സൊമാറ്റിക് സെൽ കൗണ്ട്സ് ആൻഡ് കെമിക്കൽ റെസിഡ്യൂസ്, ഇതാണ് പ്രധാനം. പിന്നെ PFSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവർ നോക്കുന്നത്. അതായത് ഈ ഡ്രിങ്കിങ് വാട്ടറിൽ ഈ പാലിലും 90 കണ്ടാമിനൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 90 തരത്തിലുള്ള കണ്ടാമിനേഷൻ വരുമെന്ന്, നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന ഇൻ ദ ലോങ് റൺ ഉണ്ട്. അപ്പം അത് ഒക്കെയാണ് അവർ നോക്കുന്നത്. ഈക്വളി
ഈ കോളിഫോം ഞാൻ പറഞ്ഞു. ജിയാർഡിയ നമ്മളൊന്നും കേട്ടിട്ടില്ലത്. ക്രിപ്റ്റോസ്പോർഡിയം അതൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇൻഓർഗാനിക് ആർസനിക്, ലെഡ് നൈട്രേറ്റ്സ്, ഓർഗാനിക് കെമിക്കൽസ്, റേഡിയോ ന്യൂക്ലൈഡ്സ്, പി എഫ് എ എന്നാണ് അതിന് പറയുന്നത്. അതിന് പിന്നെ പെസ്റ്റിസൈഡ്, ടർബിഡിറ്റി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ജപ്പാൻ, USA, EU ഒക്കെ 90 ഇത് ചെയ്യുമ്പം 90 ഇൻഗ്രീഡിയൻസിനെ പറ്റി അവർ നോക്കുമ്പം ജപ്പാൻ 52 പാരാമീറ്റേഴ്സാണ് നോക്കുന്നത്. ഇതിനകത്ത് വെള്ളത്തിലും പാലിലൊക്കെ ഉണ്ടാകുന്നു. അപ്പം ഈ ഞാൻ ഒരു പക്ഷേ ഇപ്പോൾ കേരള പോലീസിൽ എൻ്റെ അറിവിൽ 4 ആൻറ്റി കറപ്ഷൻ ഏജൻസീസിൽ ജോലി ചെയ്ത ഒരു പോലീസ് ഓഫീസറില്ല. 4, ചിലപ്പം 3 ഉണ്ട് ഒരുമിച്ച്. ഇപ്പം ഞാൻ ജോലി ചെയ്തത് മനുഷ്യാവകാശ കമ്മീഷൻ, ഒരു ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ്. ലോകായുക്തയുടെ ആയ കാലം, ഇപ്പോഴേ അതിനെ വെട്ടി ക്ലിപ്പ് ചെയ്തു. ലോകായുക്ത, പിന്നെ വിജിലൻസ്, പിന്നെ CBI, പിന്നെ യുണൈറ്റഡ് നേഷൻസ് പോയി ചെയ്തു. പക്ഷെ നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധമില്ല. അതും ഒരു ആൻറ്റി കറപ്ഷൻ വർക്കായിരുന്നു. അപ്പം അങ്ങനെ 5. അപ്പം ഈ 4 സ്ഥലത്ത് ജോലി ചെയ്തതാണ് ഞാൻ. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10-16 വർഷം ഈ ആൻറ്റി കറപ്ഷൻ ജോലി ചെയ്തു. അപ്പോൾ ഞാനിതെല്ലാം പണ്ടേ ഒബ്സർവ് ചെയ്യും. ഇതുപോലുള്ള ഫുഡ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. ഇവിടെ നിയമമില്ലല്ലോ. നമുക്കവിടെ ഇരിക്കുകയാണ്. പിന്നെ തവള ഇങ്ങനെ ക്രോങ് എന്ന് കരയും. മഴ പെയ്യ്ക്കുന്ന ദൈവമില്ലേ, കരയണല്ലേ ഉള്ളൂ തവള. അപ്പം അതേപോലെ നമ്മൾ അധികൃതരാണ് നിയമം ഉണ്ടാക്കണ്ട. പക്ഷേ ഞാൻ പിന്നെ ഇന്നലെ ഞാൻ മറ്റൊരു TV പ്രോഗ്രാം മലയാളത്തിൽ കണ്ട്. അതിൽ ലാബറട്ടറിയിൽ മിൽക്ക് ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. 20 വർഷം മുമ്പ് ഞാൻ ഈ മിൽമയുടെ പ്ലാന്റിൽ ഞാൻ പോയി. എൻ്റെ ഒരു സുഹൃത്തെന്നെ വിളിച്ച്, അവിടെ ജോലി ഉണ്ടെന്ന്. ഞാൻ പ്ലാന്റിൽ പോയി, ഞാൻ മൊത്തം എല്ലാം ശ്രദ്ധിച്ചു. എലി ഓടുന്നു സുഖമായിട്ട് 20 ഇയേഴ്സിന് മുമ്പ്. അതിൻ്റെ സൈഡിൽ കൂടെ അതിൽ എത്ര എലിയാണത് ചാടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എലി ഓടുന്നു. വളരെ നമുക്കങ്ങനെ ഒരു അൺഹൈജീനിക് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടുത്തെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടത്. നമ്മുടെ മിൽമയുടെ ഇടയ്ക്ക് ഹൈക്കോടതിയെ മറ്റിടപെട്ട് അവരുടെ എന്തോ പരസ്യമൊക്കെ മാറ്റാൻ പറഞ്ഞു. എന്തോന്ന് നന്മ കണ്ട് ഉണരുന്നൊക്കെ പറഞ്ഞ് അതിലെന്തോന്നോ ഹൈക്കോടതി ഇടപെട്ട്. പക്ഷേ ഈ പാവപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ നമുക്ക് പെട്ടെന്ന് ഹൈക്കോടതി പോയി ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ ഹൈക്കോടതി പോയി ഇതൊക്കെ കൊടുക്കാനൊന്നും ഫയൽ ചെയ്യാനൊന്നും നമ്മുടെ പൈസയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ കിട്ടിയ വിവരമൊക്കെ നമുക്കൊരു ഈ എപ്പിസോഡിലെങ്കിലും പറയാം, പ്രേക്ഷകരോടെങ്കിലും. ചിലവില്ലല്ലോ. അതായത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് പാല് വെളിയിൽ നിന്ന് വാങ്ങുന്ന നിർത്തി. എന്നിട്ട് ഞങ്ങൾ ടെട്രാ പാക്കിൽ, അതേ നിവൃത്തിയുള്ളൂ, ഉള്ളതിൽ ബെസ്റ്റ് പാൽ അതാണ്. അമുലിൻ്റെ ടെട്രാ പാക്കിലാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്, പാൽ വാങ്ങിക്കുന്നത്. അത് റിലേറ്റീവ്ലി ഇന്ത്യയിലെ സേഫസ്റ്റ് മിൽക്കാണെന്നാണ് വെപ്പ്. അത് കുര്യൻ സാറ് അവിടെ സർവ് ചെയ്യാൻ സമയത്താൻ മറ്റാണ് 25 ഇയേഴ്സിന് മുമ്പാണ് ഞാനിത് സ്വിച്ച് ഓവർ ചെയ്ത്. അദ്ദേഹം ഒരു നല്ല കാര്യം അവിടെ ചെയ്ത് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഗുജറാത്തിൽ. അപ്പം വേറെ ചിലപ്പോൾ പാല് കാണുമായിരിക്കാം ഈ സേഫായിട്ടുള്ള. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച അമുലാണ്. അമുലിൻ്റെ വളരെ സേഫാണ്. അപ്പം ഇത് ഇവിടെ മാത്രമല്ല, ഈ ലോകത്തെല്ലായിടത്തും ഈ പാലിൽ അവന്മാർ മായം കലർത്ത്. ഈ ചൈനയിൽ വധശിക്ഷയാണ് ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ. അവിടെ പോലും 10,000-2000 ബേബീസ് മറ്റേ മിൽക്ക് ഇൻഫൻസ് ഫുഡ് ഉണ്ടല്ലോ കുട്ടികൾക്ക്, ആ പാൽപ്പൊടിയിൽ അവന്മാർ മായം ചേർത്ത്. ചൈനീസ് കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലെ അവന്മാരെ വെടിവെച്ച് കൊല്ലും ചൈന. എങ്കിൽ പോലും അവന്മാർ അത് ചെയ്തിരിക്കണം. അപ്പോൾ അതിലുള്ള ലാഭം നിങ്ങൾ ആലോചിച്ചു. പിന്നെ അപ്പോൾ ഈ ലാബറട്ടറി ടെസ്റ്റിനെ പറ്റിയൊക്കെ ഇയാളിങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്ക് ചിരി വന്നത്, ഈ ലാബറട്ടറി ടെസ്റ്റ് നല്ലത് തന്നെ, മിൽക്ക് നല്ലതാണോ ഇല്ല എന്നുള്ള. അപ്പോൾ എൻ്റെ പോയിന്റ് മിസ്സായി. ഞാൻ ഇത്രയും അഴിമതി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. പോലീസ്, റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി, ഇങ്ങനെ കുറേ എക്സൈസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെയാണ് ഭയങ്കര കറപ്റ്റായിട്ടുള്ള ഓർഗനൈസേഷൻ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ. പക്ഷേ അവർക്ക് ആർക്കും അറിഞ്ഞൂടെ ഏറ്റവും അഴിമതി നടക്കുന്നത് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്.
ഓ. അത് ഞാൻ ശബരിമല പോയപ്പം അത് എനിക്ക് ശരിക്കും മനസ്സിലായി. പക്ഷേ എനിക്കും റിപ്പോർട്ടൊക്കെ കൊടുക്കാനേ പറ്റുള്ളൂ, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ്. ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഒന്നാമത് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമം മാറ്റാം. ഫുഡ് സേഫ്റ്റി അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ് പോകേണ്ട കാര്യമില്ല, നിയമസഭയിൽ പാസ്സാക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭയങ്കര കറപ്ഷനാണ്. ഇവർ ഈ കടയിലൊക്കെ ചെന്ന് പയർ അല്ലെങ്കിൽ കടല അതൊക്കെ എടുത്തു കഴിഞ്ഞ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അവന് ശിക്ഷ ഉറപ്പാണ്. ഇതെല്ലാവർക്കും അറിയാം. അത് വിട്ടുപോകില്ല. പോലീസ് കേസാണെങ്കിൽ വിട്ടുപോകും. അത് ശരി. അതാണ് അതിനകത്തുള്ള അങ്ങനെ ഒരു സംഗതിയുണ്ട്. അവർ കൺവിക്ഷൻ റേറ്റ് കൂടുതലാണ്. ഇത് വെച്ചിട്ട് ഇവന്മാർ വ്യാപകമായ തോതിൽ പിരിക്കുന്നുണ്ട്. എൻ്റെ പരിചയത്തിൽ 1-2 വലിയ കടകളുണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഞാൻ വെറുതെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് എന്താണെന്ന്. അവർ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. സാറേ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ മാസപ്പടി കൊടുക്കും ഫുഡ് സേഫ്റ്റി അതോറിറ്റി. ഇതേപോലെ വേറൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപനമുണ്ട്, ISI മുദ്രയടിക്കും. അവൻ ഭയങ്കര കൊള്ളയാണ്. ഞാനത് CBI ഇരിക്കുമ്പം കണ്ടുപിടിച്ചാണ്. അവന്മാരെ പുറകെ നമ്മൾ നടന്ന് തെളിവ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടപടിയെടുക്കാൻ. അതായത് ഇപ്പം ഉദാഹരണം, ഇന്ത്യൻ റെയിൽവേ ഭയങ്കര കറപ്റ്റാണ്. എല്ലാവരും പറയാണ് പോലീസല്ല കറപ്റ്റ്, ഇന്ത്യൻ റെയിൽവേ. ഞാൻ ഉദാഹരണം സ്വപ്പം ഒന്ന് മാറിപ്പോണാണ്. ഇന്ത്യൻ റെയിൽവേ കോൺട്രാക്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, വാഗൺ അലോട്ട്മെൻറ്റ്, ഇതിനൊക്കെ ഭയങ്കര കറപ്റ്റാണ്. പോലീസിനൊക്കെ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി കാശ് കിട്ടും. അപ്പം ഞാൻ എന്തോ ഇതൊരു കൈലിയൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരുത്തൻ്റെ പുറകെ നടന്നു. അന്നത്തെ DCS ഡിവിഷണൽ കോൺട്രാക്ടർ അല്ലല്ല മറ്റേ എൻ്റെ ഫുൾ ഫോം എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഒരു DIG റാങ്ക് കിക്കലിൻ്റെ ഒക്കെ ഉള്ള ഒരാളാണ്. കണ്ടാൽ നല്ല പാലുപോലെ വെളുത്ത നല്ല സുമുഖനായിട്ടുള്ള. അപ്പോൾ ഇവൻ ഭയങ്കര കറപ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ വേഷം മാറിയൊക്കെ നടന്ന് ഇയാളുടെ വീടിൻ്റെ കോട്ടേഴ്സിൻ്റെ അവിടെയൊക്കെ കറങ്ങിയൊക്കെ നോക്കി. പട്ടി എന്തൊക്കെയോ ഏതോ അല്ല ഞാൻ തിരിച്ചുപോയി. എനിക്കൊന്നും കിട്ടില്ല. കാരണം ഞാൻ ഒറ്റ കോൺട്രാക്ടർമാർ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരില്ല. അങ്ങനെയാണല്ലോ നമ്മൾ ട്രാപ്പ് ചെയ്യണം, തരില്ല എന്ന്. കാര്യം അവരെ ബ്ലാക്ക് ലിസ്റ്റിയും പിന്നെ എല്ലാവരും കൂടെ അവനെ റെഡിയാക്കും. അതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ അതേപോലെ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫീസേഴ്സിന് എതിരായിട്ട് ആരും പരാതിപ്പെടില്ല. ഇവന്മാർ ഇത് പറഞ്ഞ് പേടിപ്പിച്ച് ഭയങ്കരമായിട്ട് ഈ ജനങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്തെല്ലാം തരത്തിലാണ്. ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇതേപോലെ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് അവന്മാർ ഭയങ്കര കറപ്റ്റാണ്. എനിക്ക് അറിയാവുന്ന ഒരു ഡ്രഗ് ഇൻസ്പെക്ടർ, പിന്നെ ഡ്രഗ് കൺട്രോളർ. ഇവർ ഡ്രഗ് കൺട്രോൾ എന്നൊക്കെ പറയും, അത് DYSP റാങ്കിന് ഇക്വലൻ്റ് മറ്റുള്ളതാണ്. SP റാങ്ക് എനിക്ക് സംശയമാണ് അവന്മാർ കൊണ്ടുവന്നു. പക്ഷേ ഇവന്മാർ ഭയങ്കര കറപ്റ്റാണ്. ഒരു മെഡിക്കൽ സ്റ്റോറുകാരന് ഇവരുടെ തുടക്കില്ല. അപ്പോൾ ഇതും ഫുഡ് സേഫ്റ്റി അതോറിറ്റി പോലുള്ള ഒരു സാധനമാണ്, മരുന്നാണ്. ഈ ജനൌഷധിയൊക്കെ വന്ന ശേഷമാണ് ഇവന്മാർ അട്ടഹാസം കുറഞ്ഞത്. എനിവേ, അപ്പോൾ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഈ പാല് ഒന്നും ചെയ്യാതെ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചെക്ക് പോസ്റ്റിൽ ഈ ലാബറട്ടറി ടെസ്റ്റൊക്കെ നടത്തുന്നത്. ശരി, ലാബറട്ടറി ടെസ്റ്റ് ഓക്കെ ആയിക്കോ. ഈ ചെക്ക് പോസ്റ്റിൽ ഇത് ഒരുപാട് പാല് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പം ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഇവർ പിന്നെ എല്ലാ പാല് കച്ചവടക്കാരും പിന്നെ അമുലില്ല. അതുകൊണ്ടാണ് ഞാൻ അമുലിൻ്റെ വാങ്ങിക്കുന്നത്. മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ശവമൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന ആ കെമിക്കലുണ്ടല്ലോ, പിന്നെ സോറി ഇനി അത് അപ്പോൾ ഈ കെമിക്കൽ ശവമൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന കെമിക്കലാണത്. ശവം ചീഞ്ഞോ നമ്മളെ ഡെഡ് ബോഡി ചീത്തയാവാതിരിക്കാനുള്ള കെമിക്കലാണ്. അപ്പം ആ കെമിക്കൽ ഈ പാലിൽ ചേർക്കുന്നുണ്ട്. അത് എന്തിനാണ് ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കുറച്ച് പുറകെ പോയി. എന്നിട്ട് ഞാനൊരു 10 വർഷം മുമ്പ് കളക്ട് ചെയ്തതാണ്, പക്ഷെ അതിപ്പോഴും നടക്കുന്നുണ്ട്. അതായത് ഓർഡർലെസ് ആൻഡ് ഈ കെമിക്കലിന് മണവും ഇല്ല, കളറും ഇല്ല. ഈ ശവമിട്ട് സൂക്ഷിക്കുന്ന കളർ വ്യത്യാസമുണ്ട്. പിന്നെ അല്ലാത്ത ഈ സാധനം ഇവന്മാർ ഈ പാല് ചേർക്കും. അപ്പം ഈ മഹാരാഷ്ട്രയിൽ നിന്നും ഈ പല സ്റ്റേറ്റിൽ നിന്നും നമുക്ക് പാല് വേണം. ടാങ്കറിൽ വരും പാല്. ആ പാലിലാണ് ഇവരിത് ചേർക്കുന്നത്. അത് നമുക്ക് ആ കെമിക്കലിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ. ആ കെമിക്കൽ നമുക്ക് സ്ഥിരമായിട്ട് കാർസോജനിക്കാണ്, ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, വളരെ സീനിയർ ലെവലിലുള്ള ഒരു IAS ഓഫീസർ,
എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ക്യാൻസർ പറ്റി. അപ്പം ഞാൻ ഞെട്ടി. വെജിറ്റേറിയനാണ്, ഒന്നും കഴിക്കും, വേറെ ഒരു ഫുഡും ക്യാൻസർ വരാൻ ചാൻസ് ഉള്ള ഒരു ഫുഡും കഴിക്കില്ല. അപ്പം ഞാൻ സംസാരിച്ചപ്പം ഞാൻ ചോദിച്ചു ഫുഡ് എന്താണ് കഴിക്കണമെന്ന് വെച്ചാൽ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും തൈര് കഴിക്കും. ഒരു പാൽ കമ്പനിയുടെ, ഞാൻ പേര് പറയുന്നില്ല, തൈര് കഴിക്കും. പിന്നെ അവരുടെ പാലാണ് ഞാൻ കുടിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ് അത് ഉടനെ നിർത്തിയേക്കാൻ പറഞ്ഞു. ആ കമ്പനിയുടെ പാലേ ഇനി വാങ്ങിക്കരുത്, അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ഇതാണ് സ്ട്രോങ് ചാൻസ് സാറിന് ഈ ക്യാൻസർ വരാനുള്ള സ്ട്രോങ് ചാൻസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഈ കെമിക്കലൊക്കെ ചേർന്നതാണ് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മൾ ജനങ്ങൾ ഇത് കുടിക്കുന്നു? ഇവിടെ ഒരു ടെസ്റ്റും ഇല്ല. ഇത് ഗവൺമെൻറ് ഓഫ് കേരള അവർ ചുമ്മാ അത് ഇപ്പം ഈ ഓണത്തിന് കച്ചവടം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഇത് എപ്പിസോഡ് ചെയ്താൽ മതിയോ? ഞങ്ങൾ അങ്ങനെ ടെസ്റ്റ് നടത്തണം, ഇങ്ങനെ ടെസ്റ്റ് നടത്തണം. ഈ ഒരുപാട് പാല്, ഞാൻ പേര് പറയുന്നില്ല, അറിയാമല്ലോ, ആ ചെക്ക് പോസ്റ്റ് വഴി ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു 5-6 കമ്പനി, പിന്നെ കാട്ടാക്കടയിലെ മറ്റോ ഒരു പുതിയ മിൽക്ക് കമ്പനി വന്നിട്ടുണ്ട്. അവർ ഒരു ഡാനിഷ് സായിപ്പോ അത് നെതർലാൻഡ്സ് സായിപ്പിനെ വെച്ചാണ് അത് ചെയ്യുന്നത്. അത് കൊള്ളാമെന്ന് പറയപ്പെടുന്നു. ഐ ഡോണ്ട് നോ, അത് ചിലപ്പോൾ അത് ശരിയായിരിക്കും. അയാൾ വെളിയിലൊക്കെ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് ചെയ്യുന്നതാണ്. ആ ഡയറി കൊള്ളാമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ 1-2 ഈ അമൂല്യം ഇങ്ങനെ 1-2 എണ്ണം ഒഴിച്ചിട്ട് ബാക്കി ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പാൽ. ഇപ്പോൾ ഈ കഷ്ടം ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ തട്ടുകടയില്ലേ, തട്ടുകടയിൽ ഈ കൊടുക്കുന്ന പാല് നല്ല കൊഴുപ്പാണ്. ഈ വരുന്ന ഈ ചായ കുടിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. ഏത് പാലാണ് അവർ ഉപയോഗിക്കണമെന്ന് നോക്കിയിട്ട് കുടിക്കാവൂ. ചുമ്മാ ഇങ്ങനെ മൊത്തി കുടിച്ചോണ്ടിരിക്കുകയാണ് ഈ ചായ തട്ടുകടയിൽ. ഈ പാല് ഈ കെമിക്കൽ കലർന്ന പാല്, കെമിക്കല് ഈ ഞാൻ പറഞ്ഞ മറ്റേ ആ കെമിക്കല് ചേർന്ന പാലാണ് ഇവർ കഴിക്കുന്നത്. അത് എന്തിനു ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പിടിക്കാൻ ഒക്കില്ല. പിടിക്കാം, കെമിക്കൽ ലാബറട്ടറി ടെസ്റ്റ് നടത്തിയാൽ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നു. അപ്പം ഈ ടൺ കണക്കിന് ലിറ്റർ പാലിനകത്ത് ഇവർ ചേർത്ത എന്നാലേ ഇത് ഇതാവുള്ളൂ, സേഫ് ആവുള്ളൂ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കിടിലൊരു ഇൻഫർമേഷൻ ഈ അടുത്ത കാലത്ത് കിട്ടിയത്. ഞാനൊരു ആശ്രമത്തിൻ്റെ അഡ്വൈസറാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ സ്വാമിമാരുമായിട്ട് സംസാരിച്ചപ്പം അവിടെ ഇതുണ്ട്, നമ്മുടെ നാടൻ പശുക്കളുണ്ട്. നാടൻ പശുക്കൾ അപ്പം നാടൻ പശുക്കളുണ്ട്. അപ്പോൾ അവർ പാല് ബാക്കി വരുന്നത് അവർ വെളിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് വന്നപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇവിടെ കാട്ടാക്കടയിൽ ഇവിടെ എന്ത് ലക്കിയാണ് എന്നൊക്കെ പറഞ്ഞപ്പം അവർ പറഞ്ഞ് അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതെന്താ? ഫോർമാലിൻ എന്ന് പറഞ്ഞ കെമിക്കലാണ്. അപ്പോൾ അവർ പറയണത് സാറേ ഫോർമാലിൻ ഇവിടെ ചുറ്റിനുള്ള എല്ലാ കടകളിലും ഉണ്ടെന്ന്. മറ്റേ ഈ ക്ഷീരവ്യവസായ അവരവിടെ വാങ്ങിച്ചു വെച്ചിരിക്കണമെന്ന് ഫോർമാലിൻ. ഇത് മറ്റേ ഈ വലിയ ഇവിടുത്തെ മേജർ കമ്പനി ഞാൻ മെൻഷൻ ചെയ്തത് അവരുടെ നിന്ന് പഠിച്ചാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ കാട്ടാക്കട അല്ലെങ്കിൽ ഈ പൂവച്ചൽ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഏരിയയിൽ ഈ സഹകരണ സംഘത്തിൽ വരെ ഫോർമാലിൻ സ്റ്റോക്കാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിന്ന് പാല് വാങ്ങിച്ചിട്ട് പിന്നെ ഇവർ ഫോർമാലിൻ ചേർത്ത അപ്പം ഉടനെ പോകാനല്ല, ഇത് ഫോർമാലിൻ ചേർത്ത് ചീത്തയാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളെ ജനങ്ങൾ കുടിക്കുന്നത്. ഇതിന് ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്താണ് ചെയ്യണത്? ഒന്നും ചെയ്യില്ല. ഈ ചെക്ക് പോസ്റ്റിൽ മാത്രം ഒരു 75% പിടികിട്ടും. ചെക്ക് പോസ്റ്റിൽ മാത്രം ലാബറട്ടറി വെക്കണം, കെമിക്കൽ ലാബറട്ടറി പരിശോധിക്കാം. എന്നിട്ട് അല്ലെങ്കിൽ അവന്മാർ കാശ് വാങ്ങിക്കും. ഈ ടെസ്റ്റ് ചെയ്യണവന്മാർ ഫുഡ് സേഫ്റ്റി പെടുന്നവന്മാരാണ്. അവരുടെ പുറത്ത് അവരെ സൂപ്പർവൈസ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ചെയ്യണം. ഈ ചെക്ക് പോസ്റ്റിൽ ചെയ്യുമ്പോൾ ഊട് വഴി കൂടെ കൊണ്ടുവരും. അത് ഊട് വഴി പോലീസിനും എല്ലാവർക്കും അറിയാം ഏത് വഴിയാണ്. അവിടെയും തടയണം. കെമിക്കൽ ഇത് മൊബൈൽ ലാബറട്ടറി ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് ഒന്നുമില്ലെങ്കിൽ പാറശാലയിലെ ചെക്ക് പോസ്റ്റ് അല്ലെ, മറ്റേ അമലവിള ചെക്ക് പോസ്റ്റ്, തെങ്കാശി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെക്ക് പോസ്റ്റ്, ഈ ഇവിടെ എല്ലാം വെച്ചൂടെ? ഈ പാലല്ലേ നമ്മൾ കുടിക്കണം. കുറേ പേർക്ക് ക്യാൻസർ കിട്ടൂല, ചിലർക്ക് എന്ത് കഴിച്ചാലും ഒന്നും വരില്ല. പാവപ്പെട്ട ഈ RCCയിൽ പോയാൽ മതിയല്ലോ. ഒരു വലിയ കഷ്ടം. RCCയിൽ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മുടെ സകല അഹങ്കാരവും നീക്കും. അതെ, RCCയിലും അപ്പുറത്തെ മെഡിക്കൽ കോളേജിലും ഒക്കെ ഇത് ഇത്രയും പ്രിവലൻ്റ് ക്യാൻസർ ഇങ്ങനെ പ്രിവലൻ്റ് ആവുന്നതിൻ്റെ മെയിൻ കാരണം. പിന്നെ ഒരു കാര്യം പ്രശാന്തിന് അറിയാമല്ലോ, നമ്മുടെ എല്ലാ അസുഖങ്ങളും വരുന്ന 75% നമ്മുടെ ഫുഡിൽ കൂടെ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ഫുഡ് എന്ത് പ്രധാനപ്പെട്ടതാണ്.
പിന്നെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്കാർ എന്ത് കറപ്റ്റാണെന്ന് ഞാൻ ശബരിമല ഇരുന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ 1-2 റിപ്പോർട്ട് എനിക്ക് പുറത്ത് ഇറക്കാനും പറ്റിയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഞാൻ കൊടുത്തു. പിന്നെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിനെ ബാധിക്കും, ശബരിമല സീസണെ ബാധിക്കും. അവിടെ വരെ ഇവന്മാർ, ഞാൻ അവിടെ പോയി നിന്ന് ലോറിയിൽ നിന്ന് പമ്പയിൽ ഞാൻ പോയി നിന്ന് അങ്ങനെ ആരും ചെയ്തിട്ടില്ല. പമ്പയിൽ ചെന്ന് ഈ വരണ ശർക്കരയും നെയ്യും എല്ലാം അവിടെ ഇട്ട് ഞാൻ ചെക്ക് ചെയ്ത് അത് വരണ ഇവന്മാരാണ്. പക്ഷെ ഞാൻ വന്നപ്പോൾ അവന്മാർക്ക് പേടിയായി. കാരണം ഞാൻ സാമ്പിൾ എടുത്ത് വേറെയും കൊടുക്കും. ഞാൻ മൈസൂർ ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്ക് കൊടുത്ത്, രാജീവ് ഗാന്ധി അവർക്ക് കൊടുത്തു, ബയോടെക്നോളജി കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പം ഒരുപാട് അനോമലീസ് ആണ്, കുഴപ്പമുണ്ട്. ഈ പാവപ്പെട്ട ഈ അയ്യപ്പന്മാരെ കോടിക്കണക്കിന് ഒരുപാട് കൊണ്ടിട്ടിട്ട് അവർക്ക് കൊടുക്കണ ഇതിനകത്ത് വരെ അന്നൊരു IAS ഓഫീസറാണ് അനുപമ IAS, ഫുഡ് സേഫ്റ്റി വളരെ മര്യാദ സാധു സ്ത്രീയാണ്, വെരി ഓണസ്റ്റ് ഫെല്ലോ. പക്ഷെ അനുപമയ്ക്കോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വേറൊരു കിങ്കരനുണ്ട്, നമ്പർ 2. അവൻ ഭീകരനാണ്. അവനാണ് അവിടെ എല്ലാം കൺട്രോൾ ചെയ്യണത്. അവൻ പൈസ പിരിച്ച് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കും, അവനും എടുക്കും, ബാക്കിയുള്ള സ്റ്റാഫും എടുക്കും. ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്, യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഈ ഓണം സീസൺ പായസം കുടിക്കണമെന്ന് അത് ഇതൊക്കെ സൂക്ഷിച്ച് നോക്കിയും കണ്ട് നോക്കി വേണം കുടിക്കണതിന് കുഴപ്പമില്ല. പക്ഷെ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ, ഡ്യൂട്ടിയാണ് ഈ പാല്, വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കണ പാല്, ഭക്ഷണ പദാർത്ഥം. ഈ കുഞ്ഞു കുട്ടികൾ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വരെ കൊടുക്കണ ഈ പാൽ ഇതാണ്. നിങ്ങൾ ആലോചിച്ചോ എന്തൊരു ഭീകരാവസ്ഥയാണ്. കാട്ടാക്കട അല്ലെങ്കിൽ മറ്റേ നെടുമങ്ങാട് ആ ഏരിയയിൽ ഈ സഹകരണ സംഘമൊക്കെ ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. 100-ൽ 90 പേര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് എൻ്റെ അടുത്ത് സ്വാമിമാർ പറഞ്ഞാണ്, അവർ കള്ളം പറയില്ലല്ലോ. അവരുടെ പാലാണിത്. പിന്നെ അവർക്ക് എന്തോ ചെയ്യാൻ പറ്റും? അതെ, അവരുടെ അതെന്തുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ ടെസ്റ്റിംഗ് ഓർ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ നമ്മുടെ ഇവിടെ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് ജനങ്ങൾ അതിഭയങ്കരമായി അസുഖക്കാരാകുന്നു. ക്യാൻസർ വരുമെങ്കിൽ 100 പേർക്ക് വരുന്നുണ്ടെങ്കിൽ 75 പേർക്കും അത് വരാനുള്ള കാരണം ഭക്ഷണത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് പാല്. വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാറ് പറഞ്ഞത്. ഈ ഓണക്കാലത്ത് ജനങ്ങൾ അതീവ ജാഗ്രതയോടെ, അതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ഒന്നുകൂടെ ചേർത്തോട്ടെ, നെതർലാൻഡ്സ്, ജപ്പാൻ, USA, EU, യൂറോപ്യൻ യൂണിയനിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സാണ്. ജനങ്ങളുടെ ജീവനും ആരോഗ്യവും മാത്രമല്ല, അവർ ഒരു ദിവസം 5-6 ടെസ്റ്റ് വരെ നടത്തും. അവർ കൊടുത്ത പാല്, ജനങ്ങൾക്ക് കൊടുത്ത പാൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ള പല സ്ഥലത്ത് വെച്ച് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ചൈനയിലെ പോലെ അഴിമതി കുറവാണ് ജപ്പാനിൽ, പക്ഷെ എന്നാലും ഗവൺമെന്റ് വളരെ കൺസേൺഡ്. അതെ, വളരെ ജാഗ്രതയോടെ അവരുടെ പൗരന്മാരുടെ ജീവൻ. നമ്മുടെ കേരളത്തിലെങ്കിലും അത് രാഷ്ട്രീയക്കാരെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ ഇപ്പോഴത്തെ UDF ഗവൺമെന്റിലെ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിച്ച് ഒരു സ്ട്രോങ് ആയിട്ട് നടപടിയെടുക്കണം. ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്കാരെ വാച്ച് ചെയ്യാനും വിജിലൻസ് എടുത്ത് പറയണം. അല്ല, അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും, നിയമ നടപടികളും സ്വീകരിക്കണം. എന്തായാലും ഈ ഓണക്കാലത്ത് നമ്മുടെ ജനങ്ങളുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കട്ടെ. ഇത് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മളിങ്ങനെ ഒരു ടോക്ക് ചെയ്യുന്നത് തന്നെ ഈ പറയുന്നത് പോലെ ഈ മേഖലയിൽ നടക്കുന്ന അഴിമതിയും ഈ കൊള്ളയും അത് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന ഈ പ്രവർത്തനങ്ങളും അതിലേക്ക് ഒരു അവയർനെസ് എങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഈ ഓണക്കാലത്ത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പുമായി ഒരു ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന അപേക്ഷയുമായിട്ട് നമ്മൾ രംഗത്ത് വന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം.